ചെങ്ങന്നൂർ ജില്ലാ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സരസ് ദേശീയ മേള വൻ വിജയമായി മുന്നേറുകയാണെന്നും ഇന്ത്യ ചെങ്ങന്നൂരിലേക്ക് വന്നിരിക്കുകയാണെന്നും മന്ത്രി സജി ചെറിയാൻ. കുടുംബശ്രീ സ്റ്റാളുകളിൽ വൻ ജനത്തിരക്ക് മൂലം വ്യാപാരം മികച്ച രീതിയിൽ നടക്കുന്നു. വെള്ളിയാഴ്ച മാത്രം 24 ലക്ഷം രൂപയുടെ വ്യാപാരമാണ് 250 വിപണന സ്റ്റാളുകളിൽ നടന്നതെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 29-30 തീയതികളിൽ മേളയിൽ കൂടുതൽ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 29-ന് രാത്രി 7:30-ക്ക് നടക്കുന്ന പുരസ്കാര സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. പത്മഭൂഷൺ, MA ഉമ്മൻ, പത്മശ്രീ ഡോക്ടർ KM ചെറിയാൻ, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, അർജുന അവാർഡ് ജേതാവ് ജോർജ് തോമസ്, ഡോക്ടർ PG രാമകൃഷ്ണപിള്ള, കവി പ്രഭാവർമ്മ, കവി K രാജഗോപാൽ എന്നിവരെ ആദരിക്കും. 30-ന് വൈകിട്ട് 4-ന് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 200 പ്രതിഭകളെ ആദരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 5:30 മണിക്ക് വെച്ച പ്രതിഭകളെ ആദരിക്കൽ 4 മണിക്ക് മാറ്റി. ഈ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള 200ഓളം ആളുകളെ പ്രതിഭകളെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. നേരത്തെ വെച്ച കുമാർജിയുടെ ഗസൽ 6 മണിക്ക് സെക്കൻഡ് സ്റ്റേജിൽ നടന്നു. ഒരു ചെറിയ മാറ്റം നേരത്തെ വെച്ചെന്ന് വന്നിട്ടുണ്ട്. 8 മണിക്ക് 1-ാം സ്റ്റേജിൽ ശ്രീരാഗ് അനുശ്രീ അവരുടെ സ്റ്റാർ നൈറ്റ് പ്രോഗ്രാം 1-ാം സ്റ്റേജിൽ നടന്നു. മേളയിലെ ഫുഡ് കോർട്ടിൽ റെക്കോർഡ് വിൽപ്പനയാണ് വെള്ളിയാഴ്ച നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ രുചികരമായ വിഭവങ്ങൾ സ്റ്റാളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് വെള്ളിയാഴ്ച ഉണ്ടായത്. വിപുലമായ അമ്യൂസ്മെന്റ് പാർക്കിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 60 പുസ്തകശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. സെമിനാറുകളും ഓപ്പൺ ഫോറങ്ങളും നടന്നുവരുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നത് മൂലം സ്റ്റേഡിയവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു. 1000 ആളുകൾക്കുള്ള വിശ്രമ വാഹന സൗകര്യമാണ് ഒരുക്കുന്നത്. 80 ശുചിമുറികൾ പുതിയതായി നിർമ്മിച്ചു നൽകി. മേളയുടെ വിജയത്തിന് കുടുംബശ്രീ അംഗങ്ങളുടെ സംഭാവന വളരെ വലുതാണെന്നും മന്ത്രി പറഞ്ഞു. സ്വിഫ്റ്റ് കാർ, സ്വർണം അടക്കം 100ഓളം സമ്മാനങ്ങൾ ഇതിൽ നൽകുന്നു. കണക്കുകളെല്ലാം സർക്കാർ ഓഡിറ്റ് ചെയ്യുന്നതിനാൽ തീർത്തും സുതാര്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ നടൻ മോഹൻലാലിനെ മുതിർന്ന ഹരിതകർമ്മ സേനാംഗം പൊന്നമ്മ സ്വീകരണം നൽകിയതിലൂടെ വലിയ സന്ദേശമാണ് നൽകിയത്. മോഹൻലാലിന് നൽകിയ സ്വീകരണം കേരളം മുഴുവൻ ചർച്ച ചെയ്തു. മേള നഗറിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മന്ത്രി സജി ചെറിയാൻ, ജനറൽ കൺവീനർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.